വെളിപാട് പുസ്തകം 12-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. സ്വർഗത്തിൽ ഒരു വലിയ സ്വയം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. ജീവൻ നൽകാനും അവർ തയ്യാറായി. ഓർമ്മിക്കുക, വിശുദ്ധരായവരോട് പോരാടാൻ മാത്രമല്ല, അവരെ കീഴ്പ്പെടുത്താനുള്ള അധികാരവും എതിർ ക്രിസ്തുവായി വരുന്ന തിന്മയുടെ ശക്തി നേടിയെടുക്കുന്നു എന്നത് നാം ഏറെ ശ്രദ്ധയോടെ കാണേണ്ടതാണ്. മിശിഹ അരുൾ ചെയ്യുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കാൻ തക്കവിധമായിരിക്കും സാത്താന്റെ പ്രവർത്തനങ്ങൾ. തെരഞ്ഞെടുക്കപ്പെട്ടവരായ എല്ലാ കത്തോലിക്ക വിശ്വാസികളെയും, വിശിഷ്യ സമർപ്പിതർ, സന്യസ്തർ, വൈദികർ, മെത്രാന്മാർ, കർദിനാളന്മാർ, മാർപ്പാപ്പ എന്നിവരെയൊക്കെയും സാത്താൻ ലക്ഷ്യമിട്ട് ആക്രമിക്കും. കാരണം അവരിലൂടെയാണ് സത്യത്തിന്റെ പ്രബോധനവും സുവിശേഷ പ്രഘോഷണവും നടക്കേണ്ടത്. അവരാണ് മിശിഹായുടെ മുഖം പ്രകടമാക്കേണ്ടത്. അവരെ വിരൂപരാക്കിയാൽ സഭയെയും മിശിഹായെയും ദുഷിക്കാൻ കഴിയുമെന്ന് സാത്താൻ അറിയാം. മാത്രവുമല്ല, സാത്താനെതിരായ അധികാരം സഭയ്ക്ക് വരമേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ അധികാരം നിർവഹിക്കുന്നത് മുഖ്യമായും പുരോഹിതരും മെത്രാന്മാരുമാണല്ലോ. ആയതിനാൽ അവർ സാത്താനെതിരായ നിരന്തര യുദ്ധത്തിലാണ്. സഭയെ വിശുദ്ധീകരിക്കുന്ന വിശുദ്ധ കുർബാന, പാപമോചനം നൽകുന്ന വിശുദ്ധ കുമ്പസാരം, സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് മോചനം നൽകുന്ന സ്ഥൈര്യലേപനം, കുടുംബജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന കൂദാശയായ വിവാഹം, നിത്യതയിലേക്ക് ആത്മാവിനെ പ്രവേശിപ്പിക്കാൻ സഹായിക്കുന്ന രോഗിലേപനം എന്നിവ പരികർമ്മം ചെയ്യുന്നവരാകയാൽ വൈദികരോടും മെത്രാന്മാരോടും സാത്താന് അടങ്ങാത്ത വൈരാഗ്യമാണുള്ളത്. തങ്ങളുടെ വ്രതങ്ങളിലൂടെ സുവിശേഷം ജീവിക്കുകയും പരിഹാര ജീവിതത്തിലൂടെ ലോകത്തിന്റെ വിശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സന്യസ്തരോടും സാത്താൻ ബദ്ധശത്രുതയിലാണ്. ആകയാൽ പൗരോഹിത്യത്തെയും കൂദാശകളെയും എന്ന പോലെ സന്യാസ വ്രതങ്ങളെയും സാത്താൻ അവഹേളിക്കാൻ തക്കം പാർത്ത് കഴിയുകയാണ്. അങ്ങനെ സഭയെ ആക്രമിച്ചുകൊണ്ട് സഭയെ കീഴ്പ്പെടുത്തി അതിന്മേൽ വിജയം വരിക്കുവാൻ ഒരുങ്ങിക്കഴിയുന്ന സാത്താനെ പരാജയപ്പെടുത്തണമെങ്കിൽ കൂദാശ ജീവിതത്തോട് പൂർണ്ണമായ വിധേയത്വം പുലർത്തുന്നവരായിരിക്കണം. അതിനുവേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. അടിയന്റെ ഉടലായി മാറാൻ മേലിൽ കനിവിന്റെ കടലായി തീരാൻ. അടിയന്റെ ഉടലായി മാറാൻ മേലിൽ കനിവിന്റെ കടലായി തീരാൻ. ഈശോ പ്പെടുന്ന നിൻ ദിവ്യ ശരീരമാണ് കിളർക്കും ദിവ്യ പാതേയം. മുറിയപ്പെടുന്ന നിൻ ദിവ്യ
ദിവ്യ ശരീരമാണഖിലർക്കും ദിവ്യപാതേയം. ചിന്തപ്പെടുന്ന നിൻ തിരുനിണത്തുള്ളികൾ പാപങ്ങൾ മായ്ക്കും പ്രവാഹം. ചിന്തപ്പെടുന്ന നിൻ തിരുനിണത്തുള്ളികൾ പാപങ്ങൾ മായ്ക്കും പ്രവാഹം. ഈശോയേ വരേണേ, ഇന്നെൻ ഹൃദയത്തിൽ വാഴാൻ. ഈശോയേ വരേണേ, ഇന്നെൻ ഹൃദയത്തിൽ വാഴാൻ. കരളിന്റെ കഥനങ്ങൾ മായ്ക്കുവാനീ സ്നേഹ സാന്നിധ്യം മതിയെനിക്കെന്നും. കരളിന്റെ കഥനങ്ങൾ മായ്ക്കുവാനീ സ്നേഹ സാന്നിധ്യം മതിയെനിക്കെന്നും. ഇരുളാർന്ന പാതയിൽ ഒളിയായി ഇനി നിന്റെ വചനങ്ങൾ മതിയെനിക്കെന്നും. ഇരുളാർന്ന പാതയിൽ ഒളിയായി ഇനി നിന്റെ വചനങ്ങൾ മതിയെനിക്കെന്നും. ഓർമ്മയ്ക്കായി നീകുമപ്പം നിൻ മാംസരക്തമാം ഭോജ്യം. അടിയന്റെ ഉടലായി മാറാൻ നീ നിൻ കനിവിന്റെ കടലായി തീരാൻ. ഈശോ നീ വരേണേ, ഇന്നെൻ ഹൃദയത്തിൽ വാഴാൻ. ഈശോ നീ വരേണേ, ഇന്നെൻ ഹൃദയത്തിൽ വാഴാൻ. ഈശോ നീ വരേണേ, ഇന്നെൻ ഹൃദയത്തിൽ വാഴാൻ. ഓർമ്മയ്ക്കായി നീകുമപ്പം നിൻ മാംസരക്തമാം ഭോജ്യം.